ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഈ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നേരത്തെ ഇവിടെ സംസാരിച്ച ആളുകളെല്ലാം സൂചിപ്പിച്ചതുപോലെ ഈ സ്വാതന്ത്ര്യദിനം നമ്മുടെ രാജ്യത്തിന് ഒരു പ്രതീക്ഷയുടെ സ്വാതന്ത്ര്യദിനമാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി നമ്മൾ ഇവിടെ തന്നെ ഒത്തുചേർന്ന സമയത്തുൾപ്പെടെ ഈ രാജ്യം നേരിടുന്ന വിവിധ വെല്ലുവിളികളെ കുറിച്ചായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഒട്ടനേകം ചരിത്രങ്ങളുടെയും ത്യാഗങ്ങളുടെയും എല്ലാം ഭാഗമായി രൂപപ്പെട്ടു വന്നതാണ്. നിരവധിയായ ആശയധാരകളിലുള്ള ആളുകൾ ജീവൻ വെടിഞ്ഞും സ്വന്തം താല്പര്യങ്ങൾക്കുപരിയായി ഈ രാജ്യത്തിന്റെ താല്പര്യം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കണം എന്ന ലക്ഷ്യത്തോടെ വിവിധ ആശയധാരകളിലുള്ള ആളുകൾ, അത് അഹിംസ മാർഗമാക്കിയ ആളുകൾ, സോഷ്യലിസ്റ്റ് ആശയധാരയിലുള്ള ആളുകൾ, ഇങ്ങനെ വിവിധ ആശയധാരയിലുള്ള ആളുകൾ നടത്തിയ ത്യാഗപൂർണമായ പോരാട്ടങ്ങളുടെ ഫലമായിരുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പോ തുടർച്ചയായി 3 തവണ ഈ മഹത്തായ പാരമ്പര്യങ്ങളുള്ള രാജ്യം ഭരിക്കുന്നത് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലോ അതിന്റെ ചരിത്രത്തിലോ എവിടെയും ഒരു പങ്കുമില്ലാത്ത ആളുകളാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അത് ഈ രാജ്യത്തിന്റെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് ഈ സ്വാതന്ത്ര്യത്തിന്റെ ഒരു മേഖലയിലും ഒരു പങ്കും അവകാശപ്പെടാനില്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ആവേശത്തോടെ ഇറങ്ങിയ ചെറുപ്പക്കാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ എല്ലാം പിന്തിരിപ്പിച്ചതിന്റെ ചരിത്രം മാത്രമേ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾക്കുള്ളൂ. ആ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ, വർഗീയവാദികൾ ഉൾപ്പെടെ ഈ രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കഴിഞ്ഞ അവരുടെ കേന്ദ്രഭരണം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 ടേമായി ഈ രാജ്യം അവർ ഭരിച്ചു. ഈ രാജ്യത്തെ അവർക്കിഷ്ടമില്ലാത്ത ആളുകളെല്ലാം രാജ്യത്തുനിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഈ ഭരണത്തിന്റെ ഉൾപ്പെടെ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാ നയങ്ങളും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഭരണാധികാരികൾ നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ 2 ടേമാണ് കഴിഞ്ഞ കാലം കടന്നുപോയത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. അതിലെല്ലാ നിയമങ്ങളും എങ്ങനെ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെയും അതുപോലെ ഈ RSSനും BJPക്കും സംഘപരിവാറിനും ഇഷ്ടമില്ലാത്ത ആളുകളെയും രാജ്യത്തുനിന്ന് പുറത്താക്കാം, അതിനെന്തെല്ലാം ഈ രാജ്യത്ത് നടപ്പിലാക്കാം എന്നാലോചിച്ച് അതിനുവേണ്ടിയുള്ള നിയമങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ കാലം അത്രയും സ്വീകരിച്ചിട്ടുള്ളത്. ആരെല്ലാം ഈ രാജ്യത്ത് ജീവിക്കണം, ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർ ഏത് ഭാഷ സംസാരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ ജീവിക്കണം എന്നെല്ലാം ഈ രാജ്യം ഭരിക്കുന്ന ആളുകളും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയവും തീരുമാനിക്കുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം കടന്നുപോയി എന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകത നേരത്തെ ഇവിടെ സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചു. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയുള്ള രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്ന. ആ ഭരണഘടന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഭരണഘടനയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന. വിശദമായ ചർച്ചകൾക്കുമെല്ലാം ഒടുവിലാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന രൂപപ്പെട്ടു വന്നത്. ആ ഭരണഘടനാ രൂപീകരണത്തിന്റെ വേളയിൽ നടന്ന ചർച്ചകളിലെല്ലാം പല അഭിപ്രായങ്ങളും ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തുകയുണ്ടായി. പല ആളുകളും പല അഭിപ്രായങ്ങളും, ഈ രാജ്യത്തിന്റെ പേരിന്നതായിരിക്കണം, ഈ രാജ്യത്തിന്റെ ഭരണഘടന ആരംഭിക്കുന്നത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന പേരിലായിരിക്കണം. ഇങ്ങനെ നിരവധിയായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്നു. ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്ന ചർച്ചകൾക്കെല്ലാം ഒടുവിൽ അംബേദ്കർ ഉൾപ്പെടെ പറഞ്ഞ മറുപടി, ഈ ഭരണഘടന ഈ രാജ്യത്തിന്റെ പേര് ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ടോ അത്തരം ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയോ അല്ലെങ്കിൽ ദൈവനാമത്തിലോ ഈ ഭരണഘടന ആരംഭിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ദൈവനാമത്തിൽ തുടങ്ങുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് മതവിശ്വാസി അല്ലാത്ത ഒരാൾക്ക് ഇതെന്റെ രാജ്യമല്ല എന്ന് തോന്നും. അങ്ങനെ ഒരാൾക്കും ഇതെന്റെ രാജ്യമല്ല എന്ന് തോന്നാൻ പാടില്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന അവസാന മനുഷ്യനും ഇതെന്റെ രാജ്യമാണ് എന്ന് തോന്നുന്ന തരത്തിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്നതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ
ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പും അതിന്റെ ഉള്ളടക്കവും. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാ വിഭാഗത്തിൽപ്പെട്ട, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട, എല്ലാ ഭാഷ സംസാരിക്കുന്ന, എല്ലാ വർഗത്തിലും വർണ്ണത്തിലും പെട്ട ആളുകളെ ഉൾക്കൊള്ളുന്ന, അവർക്കെല്ലാം തുല്യ അവകാശം കൊടുക്കുന്ന ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. ഇതിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭരണകൂടം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ രാജ്യത്ത് വിവിധ പരിപാടികളും നിയമങ്ങളും നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം, ഈ രാജ്യം ഇനിയും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും ഈ കുറെ കാലങ്ങളായി രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ നമ്മളെല്ലാം പങ്കുവെച്ച ആശങ്ക, ജനങ്ങളോട് നമ്മളെല്ലാം പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം കേവലമായി ഇന്ത്യ ആര് ഭരിക്കും, ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടി ഇന്ത്യ ആര് ഭരിക്കും എന്നതല്ല, മറിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വീണ്ടും ഇന്ത്യയായി തന്നെ നിലനിൽക്കുമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പ്രശ്നം എന്നതാണ് നമ്മളെല്ലാം ജനങ്ങളോട് പറഞ്ഞത്. ആ രാഷ്ട്രീയ പ്രശ്നം, ആ ഗൗരവം ജനങ്ങളെല്ലാം അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടു. ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം ഉൾപ്പെടെ ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക്, ഇന്ത്യൻ ജനാധിപത്യത്തിന്, ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെല്ലാം പ്രതീക്ഷയേകുന്ന വിജയമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഉൾപ്പെടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഫലം ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് ഉൾപ്പെടെ പ്രതീക്ഷയേകുന്നതാണ്. സംഘപരിവാർ ശക്തികൾ, വർഗീയവാദികൾ, അവർക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഭരണഘടനയിലോ മറ്റ് ഒരു അടിസ്ഥാന മൂല്യങ്ങളിലോ ഒരു മാറ്റവും വരുത്താൻ വേണ്ട ശേഷിയുള്ള ഒരു നിലയിലേക്ക്, സീറ്റ് നിലയിലേക്ക് പോലും അവർക്ക് എത്താൻ സാധിച്ചില്ല. ഇത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനുമെല്ലാം പ്രതീക്ഷയേകുന്ന ഒരു ഫലമാണ്. ഈ പ്രതീക്ഷയേകുന്ന ഫലം ഉണ്ടാകുമ്പോൾ നാം ആ ഫലം നേടി അവിടെ ഇരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്വം. നാം ഒന്ന് ജാഗ്രത കുറയുമ്പോൾ ഈ ശക്തമായ മതനിരപേക്ഷ നിലപാടുകൾ നാം ഉയർത്തിപ്പിടിക്കുന്നതിൽ കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ മൂന്നാം തവണയും രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ തന്നെയാണ്. അവർ എല്ലാ കാലത്തും നടപ്പിലാക്കുക ഇതേ നയങ്ങൾ തന്നെയായിരിക്കും. നാം എവിടെ ഒന്ന് ജാഗ്രത കുറയുന്നോ അവിടെ അവർ വീണ്ടും ശക്തമായി ഈ നിലപാടുകൾ നടപ്പിലാക്കി രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനം ഉൾപ്പെടെ ആഘോഷിക്കുന്ന വേളയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക എന്നതിലപ്പുറത്തേക്ക് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഏറ്റെടുക്കേണ്ട കടമകൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം. അതിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ട ആളുകളാണ് വിദ്യാർത്ഥികൾ. ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളെ ഈ നാടിനെ നയിക്കേണ്ട ആളുകളാണ്. ഇന്നത്തെ ക്യാമ്പസുകളും ഇന്നത്തെ സ്കൂളുകളുമാണ് നാളത്തെ ഈ നാടിന്റെ, രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട വേദികൾ. ഈ ക്യാമ്പസുകളും അവിടെയുള്ള വിദ്യാർത്ഥികളുമാണ്. ആ നിലയിൽ ഈ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയോടെയുള്ള മുന്നോട്ട് പോക്കിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ രാജ്യത്തെ മനുഷ്യരായി തന്നെ ജീവിക്കാൻ കഴിയുന്ന നിലയിലുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിൽ വലിയ പങ്ക് വഹിക്കേണ്ട വിഭാഗം എന്ന നിലയിൽ നാം എല്ലാ കാലത്തും ഉണർന്നിരിക്കേണ്ടതായിട്ടുണ്ട്. ശക്തമായ മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള രാജ്യമായി ഈ രാജ്യത്തെ നിലനിർത്താനുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാം ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ശക്തമായി രംഗത്തുണ്ടാവുമെന്നുള്ള പ്രതിജ്ഞ കൂടിയാണ് നമുക്കെല്ലാം ഇതിന്റെ ഭാഗമായി എടുക്കാനുള്ളത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും.